ISLിൽ ഡൽഹി ഡൈനാമോസിന്റെ ഏറ്റവും ശക്തനായ പ്രതിരോധ താരമാണ് അനസ് എടത്തുടിക. മലയാളിയായ അനസ് എടത്തുടിക അദ്ദേഹത്തിന്റെ ISL വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു. അനസ്, ഡൽഹി ഡൈനാമോസ് സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം വളരെ നിരാശാജനകമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നു ഡൽഹി ഡൈനാമോസ് കാഴ്ചവെച്ചത്. പക്ഷേ റോബർട്ടോ കാർലോസിൻ്റെ കീഴിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ തന്നെ സെമി ഫൈനലിലും യോഗ്യത നേടിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു മത്സരം? ആദ്യമായിട്ടാണ് അനസ് ISLിൽ കളിക്കുന്നതും ഈ ഒരു ISL അനുഭവം, ഡൽഹി ഡൈനാമോസിൻ്റെ പ്രകടനം എന്നിവയെ എങ്ങനെയാണ് കാണുന്നത്? ഇതെൻ്റെ ലൈഫിലെ ഒരു ഭയങ്കര അച്ചീവ്മെൻ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഗോഡ് ഓർ മൈ ഫാമിലി. പിന്നെ എൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് പലരും എനിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്ലെയറെ വളർച്ച എന്ന് പറഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടുകാരുടെ സപ്പോർട്ടും പിന്നെ ഹാർഡ് വർക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ റോബർട്ടോ കാർലോസിൻ്റെ കൂടെ, മലൂദ കൂടെ, റിസി കൂടെ എല്ലാം ഇങ്ങനത്തെ ഒരു ചാൻസ് എൻ്റെ ലൈഫിൽ വന്നത് ഭയങ്കര അച്ചീവ്മെൻ്റായിട്ടാണ് കാണുന്നത്. എൻ്റെ ലൈഫിലും ഞാൻ കേരളക്കാരനായതിൽ അഭിമാനിക്കുന്നു ഞാൻ. കാരണം ഇങ്ങനൊരു ചാൻസ് വളരെ റെയറായിട്ടാണ്. ഇങ്ങനത്തെ സ്റ്റാർ ചാമ്പ്യൻസ് ലീഗ്, വേൾഡ് കപ്പ് വിന്നേഴ്സിൻ്റെ കൂടെ എല്ലാം കളിക്കാൻ കിട്ടുന്ന ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ചാൻസാണ്. സോ ഞാൻ എൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. പിന്നെ ഇവരെ കൂടെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് കിട്ടുന്ന. ഇവരെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതും മാച്ച് കളിക്കുന്നതും ഭയങ്കര ലക്കിയാണ്. ഏറ്റവും എടുത്തു പറയുന്നത് റോബർട്ടോ കാർലോസിന് പരിശീലകനായി കിട്ടുക, മലൂദയെ പോലുള്ളൊരു താരം ഒന്നിച്ച് കളിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ തന്നെയായിരിക്കും. അനസിൻ്റെ പ്രകടനത്തെ ഏത് തരത്തിലാണ് ഈ ISL, ഈ ഒരു ഡൽഹി ഡൈനാമോസിനൊപ്പമുള്ള ഏതാനും മാസങ്ങൾ ഉള്ള ഈ ഒരു അനുഭവം ഏത് തരത്തിൽ അനസിൻ്റെ പ്രകടനത്തെ മാറ്റിമറിച്ചു എന്നാണ് അനസ് കരുതുന്നത്? എൻ്റെ പ്രകടനം പറഞ്ഞാൽ ഏതൊരു പ്ലെയർക്കും കിട്ടുന്ന കോൺഫിഡൻസ്, ഒരു പ്ലെയറെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അവരെ ടീംമേറ്റ്സ് കൊടുക്കുന്ന കോൺഫിഡൻസ്, അവരെ കോച്ച് കൊടുക്കുന്ന കോൺഫിഡൻസാണ് ഒരു പ്ലെയറെ വളർച്ചയ്ക്ക് കാരണമാണ്. ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ ഇങ്ങനെ പോലുള്ളൊരു ഇത്ര വേൾഡ് ക്ലാസ് പ്ലെയർ, ഒരു കോച്ച്, ഇങ്ങനത്തെ ആളുടെ മോട്ടിവേഷൻ ഒരു പ്ലെയറുടെ കരിയറിലെ ഒരു ബെസ്റ്റ് ലക്കാണ് എൻ്റെ ലൈഫിൽ. സോ ഞാൻ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്ര ഞാൻ യൂട്ടിലൈസ് ചെയ്യും. ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. എനിക്കറിയാം എൻ്റെ ക്വാളിറ്റി, ഞാൻ അത്ര ക്ലാസ് പ്ലെയർ ഒന്നുമല്ല. പക്ഷേ ഓൺ ദ ഫീൽഡ് ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു മലയാളി എന്ന തരത്തിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കേരളത്തിന് വേണ്ടി കളിക്കുകയായിരിക്കും. ഈ ISL എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ളൊരു ടീം നമുക്കറിയാം. മലയാളികളുടെ, പ്രത്യേകിച്ച് മലബാറുകാരുടെ ഫുട്ബോൾ പ്രേമം നമുക്കറിയാം. അപ്പോൾ അനസിൻ്റെ എത്രത്തോളം ആഗ്രഹമുണ്ട് കേരളത്തിനായി കളിക്കണം ISLിൽ എന്നുള്ളത്? ഇപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിച്ചില്ല. കാരണം ഞാൻ ഓപ്ഷൻ ടൈമിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ വിളിച്ച ടീം ഡൽഹിയാണ്. ക്യാഷൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഏത് ടീമിന് വേണ്ടിയിട്ടാണോ ഞാൻ സൈൻ ചെയ്തത് ആ ടീമിന് വേണ്ടി ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ആ ടീമിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഓഫ്കോഴ്സ് ഞാൻ കേരളത്തിലുള്ള പ്ലെയറാണ്. ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേരള ടീമിനെ. ടോപ്പ് ക്ലാസ് ടീമാണ്. എനിക്കറിയില്ല എങ്ങനെ ടീമിന് റിസൾട്ട് ഇല്ലയെന്ന്. പക്ഷേ ക്ലാസ് ടീം, ക്ലാസ് പ്ലേയേഴ്സ്, ഈവൻ വിനീത്, റാഫി, മലയാള പ്ലേയേഴ്സും സ്റ്റാർ പ്ലേയേഴ്സാണ്. ഫാൻസ് ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാൻറ്റാസ്റ്റിക്. അങ്ങനത്തെ ഫാൻസ് ഒരിക്കലും കാണാൻ പറ്റില്ല. ഈവൻ കാർലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബ്രസീലിലാണോ എന്ന് ഇറങ്ങിയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്, അത്രയും യെല്ലോ ജേഴ്സിയും അങ്ങനെ കണ്ടിട്ട്. പക്ഷേ എൻ്റെ എയിം എന്താണെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിന് വേണ്ടിയിട്ട്, ഞാൻ സൈൻ ചെയ്ത ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാമെന്നാണ് എൻ്റെ ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും കേരളത്തിന് വേണ്ടി കളിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ചാൻസ് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ടീമിന് വേണ്ടിയിട്ട് കളിക്കും. അവസാനമായിട്ട് അനസ് ഇത്രയും നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ മുംബൈ FCയിൽ നിന്ന് തുടങ്ങി പൂനെ FCയിലെത്തി, അതിനുശേഷം ഇപ്പോൾ ഡൽഹി ഡൈനാമോസിന് വേണ്ടി ISLിലും വളരെ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് ഇതുവരെ അനസിന് കളിക്കാനുള്ളൊരു അവസരം ലഭിച്ചില്ല. ഇപ്പോൾ കാർലോസ് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, തീർച്ചയായിട്ടും അനസ് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അർഹനായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണെന്ന്. എപ്പോൾ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നൊരു സ്വപ്നം എപ്പോൾ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നാണ് അനസിൻ്റെ ഒരു പ്രതീക്ഷ? എന്താണ്? ഏതൊരു പ്ലെയർക്കും
അവരുടെ നാഷണൽ വേണ്ടിയിട്ട് കളിക്കൽ ഭയങ്കര ആംബീഷനായിരിക്കും. അതുപോലെ ആ ആംബീഷൻ എനിക്കുണ്ട്, എൻ്റെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളത്. ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും. പക്ഷേ ടീമിനെ സെലക്ട് ചെയ്യലും എല്ലാം ടീം ഇന്ത്യൻ കോച്ചിൻ്റെ കഴിവാണ്. ഓൾറെഡി ജിങ്കൻ, അർണബ്, അഗസ്റ്റ് നല്ല സ്റ്റാർ പ്ലേയേഴ്സ് ഓൾറെഡി ടീമിലുണ്ട്. അവരെല്ലാം അവരെ കൂടെല്ലാം എനിക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. സോ ഇന്ത്യൻ ടീമും കളിക്കുക എന്നുള്ള ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ഒരു അംബീഷനായിരിക്കും. അതുപോലെ ഞാനും അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് മുമ്പ് 2 മത്സരങ്ങളേ ഉള്ളൂ. എന്തായാലും പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഡൽഹിയുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിലേക്കുള്ള പ്രതീക്ഷ എത്രത്തോളാണ്? നെക്സ്റ്റ് 2 മാച്ചും കൂടെ ഉണ്ട്. ഒന്ന് നാളെയാണ് മാച്ച്. എല്ലാ മാച്ചും ടീമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ടീം വിൻ ചെയ്തേക്കാണെങ്കിൽ ടീമിന് കോൺഫിഡൻസ് കൂടുതൽ കൺസിസ്റ്റൻസി വെക്കുന്നത് നല്ലതാണ് ടീമിൻ്റെ. സോ നാളത്തെ മാച്ചും മാക്സിമം ട്രൈ ചെയ്യും വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല ഒരുപാട് റെസ്പെക്റ്റും ചെയ്യും. ബട്ട് ഇമ്പോർട്ടൻറ്റ് ഈസ് വാണ്ട് ടു വിൻ നെക്സ്റ്റ് മാച്ച്. ഓക്കെ, താങ്ക് യു അനസ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ അനസ് എടത്തൊടികയാണ് നമ്മോടൊപ്പം ചേർന്നത് ഈ ISLലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. മലയാളിയായിട്ടൊരു അനസ് തീർച്ചയായിട്ടും ഈ ISLൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രകടനം തന്നെയാണ് ഡൽഹിക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പ്രതിരോധ താരം എന്ന നിലയിൽ മികച്ച ഒട്ടേറെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഒപ്പം തന്നെ ഒരു ഗോളും ഈ ISLൽ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും അനസിന് നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ഹരിവീനാർക്കൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.